എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയുന്നു എന്റെ പൊന്നു മോനെ കൊച്ചിനെ കൊല്ലില്ല. അതെനിക്ക് ഉറപ്പാണ്. ഈ ലോകം മൊത്തം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്റെ മോൻ കൊല്ലൂല, കൊല്ലാൻ വേണ്ടി ചെയ്യൂല. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയെന്നുള്ള അത് അവന് മാത്രമേ അറിയാവൂ. എനിക്ക് എന്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്ക് അറിയില്ല. അത്രമേല ആവശ്യതയായി എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസറമ്മിൽ വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലിടിക്കുന്നു. ഈ രംഗങ്ങളാണ് കണ്ടത്. എന്താ ആക്ടിങ്? വല്ല അവാർഡും കൊടുക്കേണ്ടി വരും ഈ സ്ത്രീക്ക്. ഇവരുടെ മകൻ നല്ല പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണല്ലോ ജയിലിൽ പോയി കിടക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെയും ഒരു 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയും കൊല്ലാക്കൊല ചെയ്തിട്ടാണ് ഇവൻ ഈ ജയിലിൽ പോയി കിടക്കുന്നത്. ഈ തള്ള ഇപ്പൊ ഇരുന്ന് ഈ കരയുന്നു. ഈ കുഞ്ഞിനെ അടിക്കുന്നതെല്ലാം ഇവര് കണ്ടോണ്ട് ഇരുന്നിട്ടുണ്ട്. ഒരുപാട് തവണ ഇവര് കണ്ടിട്ടുണ്ട്. 2 അടി അടിക്കുന്നോള് കുഞ്ഞിന് 1 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ 2 അടിയെ അടിച്ചിട്ടുള്ളു. അവളും 2 അടി അടിച്ചിട്ടുള്ളു, അവനും 2 അടി അടിച്ചിട്ടുള്ളു. ഈ തള്ളക്ക് പറയാൻ തന്നെ ഒരു നാണമില്ലേ? അപ്പോഴൊക്കെ ഈ തള്ളയുടെ ഈ പൂങ്കണ്ണീരും ആ ഒരു സ്നേഹവും ഒക്കെ എവിടെ പോയി? ആ കുഞ്ഞിനെ എടുത്തിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടിട്ടും ഈ തള്ളക്ക് അപ്പോഴൊന്നും പ്രതികരിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ മകനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവര് നല്ല രീതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തള്ളക്ക് ഇത്രയ്ക്ക് കരയാൻ അറിയാമോ? ആ പിഞ്ചു കുഞ്ഞ് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ പലതവണ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ കേട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു അവളെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അഖില പറയുമായിരുന്നു, പിന്നെ അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എന്തിനു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മാമി എന്നെ നോക്കിയോളൂ, ഇവിടെ നിർത്തിയിട്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. എനിക്ക് അവനെ എടുത്തുകൊണ്ട് നടക്കാനും നോക്കാനും ഒന്നിനും എന്നെ കൊണ്ടാവതില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനും കൂടെ അടിക്കണ എന്തിന്? നീ അടിക്കണേയും കാലം നീ ഒരു കാര്യം ചെയ്യ്, നീ അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ഇവൾ സമ്മതിച്ചിട്ട് പിന്നീട് ഇവൾ പറഞ്ഞ് അത് ഞാൻ കൊടുക്കൂല മാമി. അതെന്ത് മോളെ എന്ന് ഞാൻ കേട്ടെ. അതെന്ത് മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറയും അവൻ്റെ അച്ഛൻ്റെ അമ്മയും വീട്ടുകാരും പറഞ്ഞെന്ന് അവൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് ഡാൻസ് പരിപാടിക്ക് ഉള്ള ഒരു അനു എന്ന് പറയും, അവരാണ് ഇതിനെല്ലാം ഈ സംബന്ധം അഖിലയുമായിട്ട് അഷ്കറുമായിട്ട് മുട്ടിച്ചു കൊടുത്തതും ഈ സംബന്ധം നടത്തി കൊടുത്തതും എല്ലാം. ഞങ്ങൾക്ക് ആർക്കും ഇതിൽ ഒരു പങ്കുമില്ല. പിന്നെ ഇവർ വീട്ടിൽ കൊച്ചിനെയും കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്ത് ഒരു ദിവസവും വന്ന് പകൽ മുഴുവൻ ഇരുന്നിട്ട് അവർ രാത്രിയായപ്പം പോയി. എന്നിട്ട് പിറ്റേ ദിവസം അതേപോലെ ഇങ്ങനെ വന്ന് അങ്ങനെ ആയപ്പോൾ ഇവളും അവനും കൂടെയാണ് വാടക കൊടുക്കണത്. ലാസ്റ്റ് ഇവളടുത്ത് പറയും ഞാനും കൂടെ വാടക കൊടുത്തല്ലേ കിടക്കണത്, അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ അത്രയും മോളെ ചോദിക്കുക അഖില വീട്ടിൽ പോയാടി, നീ അഖില വീട്ടിൽ പോയാൽ ഇല്ല അമ്മ ഇവിടെ ഉണ്ട് എന്ന് എൻ്റെ മോളെ എൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ അനു എന്ന് പറയുന്ന പെണ്ണിൻ്റെ അടുത്ത് വരെ ഞാൻ മോളെ വീട്ടിൽ പോയപ്പോൾ ആ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ ഇരുത്തിട്ട് ഞാൻ പറഞ്ഞു, അനു നീ ഒരു കാര്യം ചെയ്യണേ, ഈ കൊച്ചിനെ ഇവിടുന്ന് അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും നീ കൊടുക്കണം, കൊച്ചിനെ നീ ഇവിടെ നിർത്തരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഖിലേരയിൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലതവണ കൊടുക്കണം, നീ ഇവിടെ നിർത്തരുത്, നിനക്കും ഇഷ്ടമില്ല അവനും ഇഷ്ടമില്ല, പിന്നെ എന്തിനു നീ കൊച്ചിനെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. അഖിലയും ഉപദ്രവിക്കുന്നുണ്ട്. ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു ആ പെൺകുട്ടിയുടെ ദുരവസ്ഥ ജനങ്ങൾ അറിയാന്. ശരിക്കും ആ പെൺകുട്ടിക്ക് ഒക്കുന്ന രീതിയിലെല്ലാം പറയുന്നുണ്ട്. എന്നെ അവൻ അടിക്കുമായിരുന്നു, അവന്റെ ഉമ്മായും പെങ്ങളും ബാത്റൂമിൽ കൊണ്ടിട്ട് എന്റെ മുഖത്തടിക്കുമായിരുന്നു, പല രീതിയിലും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. ഇത്രയൊക്കെ ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ച് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ ഇതിനെല്ലാം അവനിക്ക് നല്ല രീതിയിൽ കിട്ടണം. ആ പെൺകുട്ടി അനുഭവിച്ചതിന് ആ പിഞ്ചു കുഞ്ഞ് എത്രത്തോളം വേദന അനുഭവിച്ചു കാണും. അല്പ സൈഡ് തരണേ.
എങ്ങനെ തോന്നി ഇതൊക്കെ ചെയ്യാൻ? രണ്ട് വാക്ക് പറഞ്ഞ അതിന്റെ സ്പെല്ലിംഗ് ഇപ്പൊ അവർ പറഞ്ഞു അറിയോ? ഒരു പാട്ട് പാടി കൊടുക്കണം കേട്ടോ. ഇംഗ്ലീഷ് സ്പെല്ലിംഗ് വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാം അറിയാം. ഓർമ്മശക്തിക്ക് വേറെ പ്രശ്നമില്ല. ഇനി ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ശരിയാക്കിയെടുക്കാം. എന്തായാലും അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് കേരള പോലീസിന് ഒരുപാട് ആൾക്കാര് നന്ദി അറിയിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവന് മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. ഞൊണ്ടിയിട്ടൊക്കെയാണ് അവൻ കയറി വരുന്നത്. അവൾക്കും കൂടി അഖില എന്ന് പറയുന്ന ആ താടകയ്ക്കും കൂടി ഇതുപോലെ നല്ലത് കൊടുക്കണം. ആ കുഞ്ഞിന്റെ രണ്ട് കൈയും തല്ലി ഒടിച്ചില്ലേ, അതുപോലെ ഇവളുടെയും കൈയും കാലും എല്ലാം തല്ലി ഒടിച്ച് ഇവളെ നിരങ്ങി വേണം അവള് കോടതിയിലും അവിടെ ഇവിടെയൊക്കെ നിരങ്ങാൻ. കൊച്ചു കമ്പൊടിച്ച് അടിക്കും, വിളിക്ക് താഴോട്ട് അടിക്കുന്ന ഞാൻ ഇപ്പോഴും വഴക്കും പറഞ്ഞിട്ടുണ്ട്. മക്കളെ നീ ഇങ്ങനെ ചെയ്യല്ലേ, അവന് തരമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ വീട്ടിൽ നിൽക്കുന്നതായ സമയത്ത് ഇടയ്ക്ക് 1-2 ദിവസം പോവും. ഇന്ന് പോയി എല്ലാ ഞായറാഴ്ചയും പോവില്ല. ഒരു മാസത്തിൽ കമ്മിറ്റി ഉണ്ട്, എനിക്ക് കുടുംബശ്രീ ഉണ്ട്, വെള്ളംകുടിയിലാണ്. അവിടെ ഞാൻ കമ്മിറ്റിക്ക് പോയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണയായിരിക്കും പോകുന്നത്. ഒരു ഞായറാഴ്ച പോയിട്ട് ഞാൻ അവിടെ ചെന്ന് മോളെ വീട്ടിൽ പോകും. ആ കമ്മിറ്റി കഴിഞ്ഞിട്ട് 6:30 ഞാൻ അവിടെ അവിടെ പോയി നിന്നിട്ട് കൊച്ചുങ്ങളെ രണ്ടുപേരെയും കണ്ട് ആ കുഞ്ഞിനെയും കണ്ടിട്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ അവിടെ നിന്ന് മടങ്ങാറാണ് ഉള്ളത്. ഇവളൊക്കെ പെണ്ണ് തന്നെയാണോ? ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്രത്തോളം, സ്വന്തം കുഞ്ഞിനെ ഇത്രത്തോളം ദ്രോഹിച്ച് കൊല്ലുന്നത് നോക്കി നിൽക്കുന്ന ഇവളൊക്കെ പെണ്ണെന്ന് പറയാൻ പറ്റും? ഇവളൊക്കെ എന്ത് പേരിട്ട് വിളിക്കേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. ഇവക്കൊന്നും മക്കളെ വേണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ അവര് പൊന്നുപോലെ നോക്കത്തില്ലേ? ഇവളൊക്കെ എന്തിനാണ് ഈ രീതി ചെയ്തത്? ഒരു പിഞ്ച് ജീവനെ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ട് ഇവക്ക് എന്ത് സന്തോഷം കിട്ടാനാണ് ഇവക്കും? ഇവർക്ക് വേണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരെ ഏറ്റെടുത്തേനെ, അല്ലെങ്കിൽ അനാഥാലയമുണ്ട്, അല്ലെ മക്കളില്ലാത്ത ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതിനെ പൊന്നുപോലെ കൊണ്ട് നടന്നേനെ. ഇവളൊക്കെ ഈ മാതിരി കാമക്കൂത്തിന് വേണ്ടിയിട്ട് ഈ മാതിരിയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ഇവൾക്കൊക്കെ ഇനി സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുമോ? ഇവർക്ക് സ്വസ്ഥത കിട്ടുമോ? ഇവക്കൊക്കെ നീയൊക്കെ ജയിലിനുള്ളിൽ കിടന്ന് ഇനി നീറി ആ കുഞ്ഞിനെ ഓർത്ത് നീറി കഴിയണം. അതാണ് നിനക്കൊക്കെയുള്ള ശിക്ഷ. നീ ഒന്നും ഇനി പുറം ലോകം കാണാനേ പാടില്ല. നീയൊക്കെ എന്നും ആ ജയിലിനുള്ളിൽ ഇരുട്ടറയ്ക്കകത്ത് നീ ആ കുഞ്ഞിനെ ഓർത്ത് നീറി 2 തീർന്നൊടുങ്ങട്ടെ. അതാണ് ജനങ്ങൾക്കും സന്തോഷം, ആ കുഞ്ഞിന്റെ ആത്മാവിനും സന്തോഷം.